ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയിലേക്ക് പോകുന്നതിന് മുന്നേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. ബിസിനസ് ഫേംസിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്, പക്ഷേ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ക്യാപിറ്റൽ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏത് പ്രൊജക്റ്റിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എപ്പോഴും ഫേംസിന് എടുത്തേ പറ്റുള്ളൂ. ഓരോ പ്രോജക്ട്സിൽ നിന്നും ഫേമിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ റിട്ടേൺ എത്രയാണ് നോക്കിയിട്ടാണ് ഫേംസ് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫേംസ് അതിൻ്റെ പൊട്ടൻഷ്യൽ റിട്ടേൺ മനസ്സിലാക്കുന്നത്? ഓരോ പ്രോജക്ട്സിൻ്റെയും ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും തമ്മിൽ അവർ കമ്പയർ ചെയ്യും. അതിനുശേഷമാണ് പൊട്ടൻഷ്യൽ റിട്ടേൺ എത്രയാണെന്ന് ഉള്ളതിനെപ്പറ്റി ഒരു ഐഡിയയിലേക്ക് അവർ എത്തുന്നത്. ഇങ്ങനെ പല പ്രോജക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേംസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് വഴി എന്താണ് ഫേംസ് മനസ്സിലാക്കുന്നത്? ഇറ്റ് ഇവാലുവേറ്റ്സ് എ പ്രോജക്ട്സ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ടു ഡിറ്റർമിൻ whether the expected return meets a set benchmark. ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇനീഷ്യലായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ എന്തായിരിക്കും? നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എല്ലാ വർഷവും അതിനകത്തു നിന്ന് ഒരു നിശ്ചിത റിട്ടേൺ കിട്ടും. ഈ റിട്ടേണിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പല മെത്തേഡ്സും എംപ്ലോയ് ചെയ്തിട്ടാണ് പ്രോജക്ട്സിനെ അവർ പ്രോജക്ട്സിൻ്റെ അപ്രൈസിൽ നടത്തുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ നടത്തുന്നത്. ആ മെത്തേഡ്സാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പല മെത്തേഡ്സും പഠിക്കാനുണ്ട്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പിന്നെ അതുപോലെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പേ ബാക്ക് പീരീഡ്, ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാം. ആദ്യം നമുക്ക് NPV മെത്തേഡ് എന്താണെന്ന് നോക്കാം. NPV അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ NPV എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെയോ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. NPV മെത്തേഡിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പ്രസൻറ്റ് വാല്യൂവിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. ടൈം വാല്യൂ ഓഫ് മണിയിൽ എന്താ പറയുന്നത്? ദ മണി ദാറ്റ് വി ഹാവ് ടുഡേ ഇസ് വർത്ത് മോർ ദാൻ ദ മണി ദാറ്റ് വി ഹാവ് ടുമോറോ. നമ്മുടെ കയ്യിൽ ഇന്നുള്ള പണത്തിനാണ് നാളെ വരാനിരിക്കുന്ന പണത്തിനേക്കാട്ടിലും കൂടുതലും മൂല്യമുള്ളത്. ഇതാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ പറയുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ഏതെങ്കിലും ഒരു ക്യാഷ് ഇൻഫ്ലോയിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോയിനെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ ഫോർമുല എന്താണ്? 1/1 + i⁻n അല്ലെങ്കിൽ 1/1 + r⁻n. r എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരിയഡ്സ് ആണ്. ഫൈനലി നമ്മൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു ഈ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r⁻n എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് NPV എന്താന്ന് നോക്കാം. NPV ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ മീനിങ് എന്താ? നമുക്ക് ഓരോ വർഷവും കിട്ടാൻ പോകുന്ന, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ആദ്യം ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സം ഓഫ് മണി, എമൗണ്ട് ഓഫ് മണിയാണ്, നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? വി നീഡ് ദ ക്യാഷ് ഫ്ലോസ് ഫോർ ഈച്ച് പീരീഡ്. ഓരോ പീരീഡിലും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് എത്രയാണ് അത് നമുക്ക് വേണം. അതുപോലെ വി ഷുഡ് ഡിറ്റർമിൻ ദ കറക്റ്റ് ഡിസ്കൗണ്ട് റേറ്റ്. നമുക്ക് ഈ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റും നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ഇനി നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് NPV ഓഫ് എ പ്രോജക്റ്റ് വിത്ത് സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്.
സിംഗിൾ ക്യാഷ് ഫ്ലോ ഉള്ള ഒരു പ്രോജക്റ്റിൻ്റെ കേസിൽ NPV ഈസ് ഈക്വൽ ടു ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1+i⁻t മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു വർഷത്തെ ക്യാഷ് ഫ്ലോ ആണ് തന്നേക്കുന്നത്. I എന്ന് പറയുന്നത് റിക്വയർഡ് റിട്ടേൺ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ദെൻ T ഈസ് ദ നമ്പർ ഓഫ് ടൈം പീരിയഡ്സ്. മൾട്ടിപ്പിൾ ക്യാഷ് ഇൻഫ്ലോസ് തരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ NPV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സിംഗിൾ പീരീഡ് ക്യാഷ് ഫ്ലോയിൽ നമ്മൾ കണ്ടതാണ് NPV ഈസ് ഈക്വൽ ടു ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ 1+r⁻n മൈനസ് C0 എന്നുള്ളത്. അവിടെ നമ്മൾ കണ്ട സിംഗിൾ പീരീഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വർഷത്തെ റിട്ടേൺ ആണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഒരു ലോങ്ങർ പീരീഡിലേക്കുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ടാവും. സിംഗിൾ പീരീഡ് മാത്രമല്ല, ഫസ്റ്റ് ഇയറിൽ നമുക്ക് റിട്ടേൺ കിട്ടും, സെക്കൻഡ് ഇയറിൽ, അങ്ങനെ ഇപ്പോൾ 9 ഇയേഴ്സ് ആണെങ്കിൽ 9th ഇയർ വരെ നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്ട്സിൻ്റെ റിട്ടേണിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ചിലപ്പം ഈവൻ ആകാം, ചിലപ്പോൾ അൺഈവൻ ആകാം. ഈവൻ ആകുന്നത് എപ്പോഴാണ്? നമുക്ക് എല്ലാ വർഷവും ഒരേ റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഈവൻ ക്യാഷ് ഇൻഫ്ലോസ് ആണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്കിപ്പോൾ 2 lakh rupees കിട്ടി, സെക്കൻഡ് ഇയറിൽ 3 lakhs, തേർഡ് ഇയറിൽ 4 lakhs, അങ്ങനെ വേരി ചെയ്ത് വരികയാണ്. റിട്ടേൺസ് വേരി ചെയ്യുവാണെന്നെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിട്ടേൺസ് അൺഈവൻ ആണ്. അപ്പോൾ ഈ രണ്ട് കേസിലും രണ്ട് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം ക്യാഷ് അറൈവൽസ് ഈവൻ ആണെങ്കിൽ എങ്ങനെയാണ് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. NPV ഫോർ ദ പീരിയഡ് 1 to n is equal to sigma Cn divided by 1+r⁻n മൈനസ് C0. ഇവിടെ സിഗ്മ CN എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ സമ്മേഷനാണ്. ആൻഡ് R ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ്. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം പീരീഡ് ആണ്. C0 ഈസ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. മൾട്ടിപ്പിൾ ക്യാഷ് ഇൻഫ്ലോസ് അൺഈവൻ ആണെങ്കിൽ NPV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. NPV ഇസ് ഈക്വൽ ടു CI1 ഡിവൈഡഡ് ബൈ 1+r⁻1 പ്ലസ് CI2 ഡിവൈഡഡ് ബൈ 1+r⁻2 ടിൽ CIN ഡിവൈഡഡ് ബൈ 1+r⁻n. അതായത് എത്ര പീരീഡ് വരെയാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു പീരീഡ് വരെയുള്ള ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കൊടുക്കണം. C0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. R ഇസ് ദ സ്പെസിഫൈഡ് റിട്ടേൺ റേറ്റ് പെർ പീരീഡ്. നൗ ലെറ്റ്സ് സീ ദ ഡിസിഷൻ റൂൾ റിലേറ്റഡ് ടു NPV. നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. സിംപ്ലി ഏർണിങ്സ് ആർ ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കും. അതുപോലെ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രൊജക്റ്റഡ് ഏർണിങ്സ് ആർ ലെസ് ദാൻ ദ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റ്. ആ കേസിൽ കോസ്റ്റാണ് ഏർണിങ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ NPVയുടെ വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് മാനേജ്മെൻറ്റ് ഡിസ്ക്രിഷനാണ് പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്.